പദചലനങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടെ മറന്നു ഞാൻ നിന്നു. പദചലനങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടെ മറന്നു ഞാൻ നിന്നു. അയഥാർത്ഥമായി ആശകൾ താനേ തുറന്നു. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. അനുഭൂതി ധന്യമാം ശാദ്വല ഭൂമിയിൽ നവനീത ചന്ദ്രിക പൊങ്ങി. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. Thank you. കല്യാണി ആസ് യൂഷ്വൽ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. നമുക്ക് കമന്റ്സിലേക്ക് ഇറക്കാം. സൗഭാഗ്യ ചേച്ചി, കല്യാണി
ആസ് യൂഷ്വൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഒരു പീസ്ഫുൾ മൂഡായിരുന്നു കേൾക്കാനായിട്ട്. സച്ച് എ മാലബിൾ വോയിസ്. ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും ആ സോങ് മോളുടെ വോയിസ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എനി സ്ട്രെയിൻ. അതാണ് കല്യാണിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. എന്ത് ടൈപ്പ് ഓഫ് സോങ്ങിലും വേണമെങ്കിലും മോളുടെ വോയിസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. എനി പ്ലേസ് എന്ത് നോട്ടാണെങ്കിലും വോയിസ് ഈസി ആയിട്ട് ഓരോ ഷേപ്സ് ഫോം ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ അതിനൊരു വിഷ്വൽ ഇമേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോളുടെ വോയിസ് ഇങ്ങനെ എല്ലാ പ്ലേസിലോട്ടും ട്രാവൽ ചെയ്യുന്ന കാണാൻ പറ്റും. എല്ലായിടത്തും പെർഫെക്റ്റ് ഫിറ്റ് ആണ്. വളരെ നന്നായിട്ട് പാടി. ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അമ്മു, കല്യാണി ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. എല്ലാ പ്രാവശ്യം പോലെ തന്നെ കല്യാണിൻ്റെ സോങ് സെലക്ഷൻ അടിപൊളി. നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. ഇങ്ങനെ സ്റ്റാർട്ടിൽ എൻഡ് നല്ല സുഖമായിട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആൻഡ് എറ്റയർ വൈസ് ഈ പാട്ടിന് നന്നായിട്ട് സൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഓർക്കസ്ട്ര ടീം അഗെയിൻ അടിപൊളി, സൂപ്പർ. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. മൊത്തത്തിലേക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കേട്ടാ എനിക്ക് എന്ത് പറയണം, ഞാൻ ഏറ്റവും നല്ല കമൻസ് ഒക്കെ അവർ പറഞ്ഞു കിട്ടില്ലേ. ഈ എന്താ പറയുക, അറിയാതെ ഞാൻ ആ പാട്ടിലങ്ങ് മുഴുകിയിരിക്കുകയായിരുന്നു. വളരെ മനോഹരമായിട്ട് പാടി. ഈ പറഞ്ഞ സൗഭാഗ്യ പറഞ്ഞ പോലെ ഏത് പാട്ടെടുത്ത് കഴിഞ്ഞാലും കല്യാണി പാടിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ആ വോയിസ് ഏത് പാട്ടിലോടും കല്യാണിയുടെ വോയിസ് നല്ല മാച്ച് ചെയ്യുന്നതായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം ഇപ്പം ഈ എന്താ പറയുക, കല്യാണി സെലക്ട് ചെയ്ത പാട്ട് മാത്രമല്ല, അല്ലാതെ വേറെ ഏത് പാട്ടെടുത്ത് പാടിക്കഴിഞ്ഞാലും നമുക്കത് ഒരു എന്താ പറയുക, കല്യാണി ആദ്യമായിട്ട് പാടുന്ന പാട്ടായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ കേൾക്കാത്ത സോങ് ആണെങ്കിൽ പോലും കല്യാണി പാടുന്ന പാട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ട്. നമുക്ക് ഒരു സ്ട്രെയിൻ ഇവിടുന്ന് ഒരാൾ പാടുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രെയിൻ നമുക്ക് ഇവിടുന്ന് കാണുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പാടുന്നുണ്ട്. എന്താ പറയുക, ഈ ഒരു നല്ല ഫ്ലോ ഉണ്ട്. അത് ഏത് പാട്ടായിരുന്നാലും നല്ലൊരു ഫ്ലോയോട് കൂടി പാടുന്നുണ്ട്. പിന്നെ ഇതിലും വലിയ സംഭവം ഇനി വേണം. അത്രയും കോൺഫിഡൻ്റ് ആണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. കല്യാണിയുടെ ആ പാട്ടിലും ആ മുഖത്തും ആ ഒരു എന്താ പറയുക, ആ ഡ്രസ്സിങ് എല്ലാം കൊണ്ടും പക്ക. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ഫൈനൽസിൽ എത്താൻ കഴിയട്ടെ. താങ്ക് യു. എന്താ സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു. ഈ അറിയാതെ എന്ന പാട്ടിൽ അതിൻ്റെ തുടക്കം എങ്ങനെ മ്യൂസിക് കൊടുക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ജോൺസൺ സാറിന്. അങ്ങനെ അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ തലേ ദിവസം വരെ അതിൻ്റെ മ്യൂസിക്കിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വെറുതെ അതിൽ ഒരു പ്രൊഡ്യൂസറിനെ വിളിച്ചു. അതിൽ രണ്ട് പ്രൊഡ്യൂസർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്നസെൻറ്റ് സാറും ഡേവിഡ് സാറാണ്. അതിൽ ഡേവിഡ് സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഫോണിൽ എന്തോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടു. അപ്പോൾ ജോൺസൺ മാഷ് ചോദിച്ചു അതെന്താ പ്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡേവിഡ് സാർ അത് വൈഫ് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ റേഡിയോ പ്ലേ ചെയ്യുന്ന എന്തോ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കേൾപ്പിച്ചെന്ന് പറഞ്ഞു. ആ പാട്ട് ഇതായിരുന്നു. बीतना बिताए रहना बिरहा की जाए रहना भीगी हुई अखियों ने लाख बुझाए रहना बीतना बिताए रहना. അതായിരുന്നു ആ പാട്ട്. അതിൻ്റെ തുടക്കം ബീത്തിനാ ബിതായേ രേന അറിയാതെ ജോൺസൺ. ബാക്കി ഫുൾ സോങ്ങും ജോൺസൺ സാറിൻ്റെ കമ്പോസിഷനാണ്. അടിപൊളി. ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ, ന്യൂ ഇൻഫർമേഷൻ ആണ്. അടിപൊളി. ഇന്ന് പറയുമ്പോൾ ആരൊക്കെ കല്യാണിയുടെ ഗസ്റ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ സ്പെഷ്യൽ. ഇന്ന് അമ്മയും അച്ഛച്ചനും പിന്നെ അമ്മയുടെ അനിയത്തി സജിത ആൻറ്റി, പിന്നെ ഉണ്ണിയപ്പൻ, പിന്നെ എൻ്റെ കസിൻ വന്നിട്ടുണ്ട് ആദിശേഷ്. ഒരു ലോഡ് ഫാമിലി തന്നെ വന്നിട്ടുണ്ട്. ഈ സെമി ഫൈനലിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്തോ? എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീൽ എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ അവരെ കൊണ്ടുവന്ന പെർഫോമൻസ് സെമി ഫൈനലിലെ സ്പെഷ്യൽ പെർഫോമൻസ് കേൾപ്പിക്കാനാണ് അവരെ കൊണ്ടുവന്നത്. ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. എന്തായാലും സെമി ഫൈനൽ എത്തിയില്ലേ. അപ്പൊ സെമി ഫൈനലിൽ എത്തിയപ്പോൾ എന്താ തോന്നിയത്? വളരെ സന്തോഷം തോന്നി. കല്യാണി എനിക്ക് ഫീൽ ചെയ്തിടത്തോളം കോമ്പറ്റീഷൻ എന്നുള്ള ഒരു ഫീലിനെക്കാട്ടിലും കല്യാണി ഇവിടെ Enjoy കല്യാണിയുടെ ഫാൻ എത്രത്തോളം ഒരു ഫാൻ ആണെന്നുള്ളത് കല്യാണിയുടെ ടാലന്റ് ആണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇവിടെ കല്യാണിയിൽ അങ്ങനെ കാണാറില്ല. അതാണ് കല്യാണിയുടെ ഒരു വലിയൊരു വിജയം എന്ന് എനിക്ക് തോന്നുന്നു. ഫുള്ളി ലോസ്റ്റ് ആൻഡ് ബ്ലിസ്ഫുള്ളി ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. അത് മാത്രമല്ല പുള്ളിക്കാരി അത് ചെയ്യുമ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ബാക്കി വരണ പോലെ വരട്ടെ എന്നുള്ള ഫീലാണ്. അതാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ കല്യാണി എപ്പോഴും ഇതുപോലെ നല്ല കമന്റ്സ് വാങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.